മരിച്ചതു കീചകനെങ്കിൽ കൊന്നതു ഭീമൻ തന്നെ. ആ ചൊല്ലിനു പിന്നിൽ ഒരു കഥയുണ്ട്. വിരാടരാജ്യത്തിലെ രാജ്ഞിയായ സുദേഷണയുടെ ഇളയ സഹോദരനായിരുന്നു കീചകൻ. അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവരും ദ്രൗപദിയും വിരാട രാജധാനിയിൽ വേഷപ്രച്ഛന്നരായി താമസിക്കുകയായിരുന്നു. അന്ന് ദ്രൗപദി മാലിനി എന്ന പേരിലാണ് താമസിച്ചിരുന്നത്. ദ്രൗപദിയുടെ അംഗലാവണ്യം കണ്ട കീചകൻ ദ്രൗപദിയെ വല്ലാതെ മോഹിച്ചു. ഈ വിവരം തൻ്റെ ഭർത്താവായ ഭീമസേനനോട് ദ്രൗപദി പറഞ്ഞു. ഭീമൻ പറഞ്ഞു, ഇന്നു രാത്രി അവനെ നാടകപ്പുരയിലേക്ക് ക്ഷണിക്കുക. ദ്രൗപദി കീചകനെ ക്ഷണിച്ചു. താൻ നാടകപ്പുരയിൽ കാത്തിരിക്കാമെന്ന് ദ്രൗപദി കീചകനോട് പറഞ്ഞു. സന്തോഷം കൊണ്ടു മതിമറന്ന കീചകൻ രാത്രിയിൽ നാടകപ്പുരയിലെത്തി. അവിടെ കീചകനെ കാത്തിരുന്നത് ഭീമസേനനായിരുന്നു. ഭീമസേനൻ കീചകനെ എല്ലൊടിയും വിധം പിടിച്ചു ഞെരുക്കി. കഴുത്തും കൈകളുമെല്ലാം ഒടിഞ്ഞ് കീചകൻ മരിച്ചു. ചത്തതു കീചകനെങ്കിൽ കൊന്നതു ഭീമൻ തന്നെ. ആ ചൊല്ലിൻ്റെ ആന്തരികാർത്ഥം ഇതാണ്.